नमस्ते बच्चे। मैंने सुना था कुछ बच्चों के सामने टेक्स्ट बुक नहीं है, इसलिए मैंने आपको इसी तरह पढ़ना चाहता है। देखिए पिक्चर। अब तस्वीर के लिए एक अलग पाठ टिप्पणी दें। देखिए हम इस तस्वीर के नीचे आज़ादी के हस्ताक्षर देता है। इसके बदले और अलग पाठ टिप्पणी देने को कहते हैं। और उसके नीचे देखिए, दशाब्दों की कोशिशों और लाखों के बलिदानों के परिणाम स्वरूप सन 1947 को भारत स्वतंत्र हुआ। 14 अगस्त की मध्य रात्रि की वेला में पंडित जवाहरलाल नेहरू ने तिरंगा फहराते हुए देश से जो अपील की थी वह देखिए। दशाब्दों की कोशिशों और लाखों के बलिदानों के परिणाम स्वरूप ഒരുപാട് നൂറ്റാണ്ടുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മാത്രമല്ല ലാഖോം കെ ബലിദാനോം കെ പരിണാമ സ്വരൂപ് ഒരുപാട് ആളുകളുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ബലിയർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ പതാക ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് തൻ്റെ ഭാരതവാസികളോട് ഇപ്രകാരം സംസാരിച്ചു. എന്തൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്? മേരെ ഭാരതവാസിയോ, എൻ്റെ പ്രിയപ്പെട്ട ഭാരതവാസികളെ, കൈ വർഷോं पहले हमने नियति को मिलने का एक वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाए। पूरी तरह न सही लेकिन बहुत हद तक आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की നയി സുബഹ കെ സാത്ത് ഉഡേഗ. എന്താ പറയുന്നത്? കൈ വർഷവും പഹലെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഹംനെ നമ്മൾ എന്താണ്, നിയതി കോ മിൽനെ കാ ഏക് വചൻ ദിയാത്ത, ആസാദി സ്വാതന്ത്ര്യം ലഭിക്കുമെന്നൊരു നമ്മളൊരു വാക്ക് നൽകിയിരുന്നു. और अब समय आ गया है, ഇപ്പോൾ നമുക്ക് സമയം വന്നിരിക്കുന്നു. കി എന്തിനെന്നാൽ ഹം അപ്പനെ വചൻ കോ നിഭായെ, നമ്മുടെ വാക്ക് പാലിക്കാനുള്ള സമയം നമുക്ക് എത്തിയിരിക്കുന്നു. പൂരി തര ന സഹി, അത് ചിലപ്പോൾ ഒരു പക്ഷെ പൂർണ്ണമായും വാക്ക് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല, പൂർണ്ണമായും സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. ലേക്കിൻ ബഹുത് ഹദ് തക്, അങ്ങനെ ഒരുപാട് അതുവരെ, ഒരുപാട് അതിനൊരു പരിധി വരെ. आज रात 12 बजे जब सारी दुनिया सो रही होगी, നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത്, ഭാരത് ജീവൻ और स्वतंत्रता की नई सुबह के साथ उड़ेगा. ഇനി അവർ ഉണരുന്നത് എങ്ങോട്ടാണ്? സ്വതന്ത്രതാ കി നയി സുബഹ്, സ്വാതന്ത്ര്യം നേടിയ ഒരു പ്രഭാതത്തിലേക്കാണ് അവർ ഉയർന്നെഴുന്നേൽക്കാൻ പോകുന്നത്. एक ऐसा क्षण ഇതിഹാസ് മേ ബഹുത് ഹി കം ആത്താ ഹെ, ഇങ്ങനെ ഒരു നിമിഷം ഇതിഹാസത്തിൽ വളരെ ചുരുക്കം മാത്രമാണ് സംഭവിക്കുന്നത്. ജബ് ഹം പുരാനെ കോ ചോട് നയേ കി തറഫ് ആത്തെ ഹെ, നമ്മൾ പഴയതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയതിലേക്ക് വരികയാണ്. ജബ് ഏക് യുഗ് കാ അന്ത് ഹോത്താ ഹെ, എപ്പോഴാണ് ഒരു യുഗം അവസാനിച്ച് ഒരു പുതിയ യുഗത്തിലേക്ക് വന്നിരിക്കുന്നത്. और जब वर्षों से शोषित एक देश की आत्मा अपनी बात कह सकती हैं, വർഷങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട ശോഷിതവർഗമായ അടിച്ചമർത്തപ്പെട്ട ദേശത്തിന്, അതിൻ്റെ ആത്മാവിന് അപ്പനി ബാത് കഹ സക്തി, അത് തൻ്റെ കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഏക് സംയോഗ് ഹെ, അതിൻ്റെ ആ ഒരു സമയം ഇവിടെ എത്തിയിരിക്കുന്നു. കി ഇസ് പവിത്ര മൗക്കെ പർ, ഈ പവിത്രമായ ഈ അവസരത്തിൽ ഹം
സമർപ്പൺ കെ സാത്ത് നമ്മൾ സ്വയം സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സമർപ്പൺ കെ സാത്ത് ഖുദ് കോ നമ്മൾ സ്വയം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മെ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഭാരത और उसकी जनता की सेवा എന്തിനാണ് നമ്മൾ സമർപ്പിക്കുന്നത്? നമ്മുടെ ഭാരതത്തിന് സേവനം ചെയ്യാനായിട്ട് നമ്മൾ സ്വയം സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ उससे भी बढ़कर सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. മാത്രമല്ല സാരി മാനവതാക്കി ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും സേവിക്കുമെന്ന പ്രതിജ്ഞ കൂടി നമ്മൾ ഈ അവസരത്തിൽ എടുക്കേണ്ടതുണ്ട്. എന്താണ് പറയുന്നത്? വർഷങ്ങളായിട്ട് നമ്മൾ പാലിക്കുമെന്ന് ഏറ്റിരുന്ന സ്വാതന്ത്ര്യലബ്ധിയുടെ പ്രഭാതത്തിലേക്ക് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായി കാണാൻ കഴിയുന്ന ഇത്തരമൊരു നിമിഷത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നൊരു പ്രതിജ്ഞ എടുക്കുന്നതിനോടൊപ്പം തന്നെ ലോകത്തിന് വേണ്ടിയും ലോക ജനതയ്ക്ക് വേണ്ടിയും സേവനം ചെയ്യുമെന്നുള്ള പ്രതിജ്ഞ കൂടി ഇവിടെ എടുക്കുകയാണ്, നമ്മൾ എടുക്കേണ്ടതുണ്ട്. മേരെ സാത്ത് വാചൻ കീജിയെ. मेरे भारतवासियों, कई वर्षों पहले हमने नियति को मिलने का एक वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाएं. पूरी तरह न सही लेकिन बहुत हद तक आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उड़ेगा. एक ऐसा क्षण जो इतिहास में बहुत ही कम आता है, जब हम पुराने को छोड़ नए की तरफ आते हैं, जब एक युग का अंत होता है और जब वर्षों से शोषित एक देश की आत्मा अपनी बात कह सकती हैं. ये एक संयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा और उससे भी बढ़कर सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. जानता है ഇത് നിങ്ങൾ ഇതുപോലെ വായിച്ചേ പറ്റൂ. 3-4 പ്രാവശ്യം ഈ പാരഗ്രാഫ് വായിക്കുക. ഓക്കെ, നോക്കൂ. नेक्स्ट पैराग्राफ. इतिहास के आरंभ के साथ ही भारत ने अपनी अंतहीन खोज प्रारंभ की और न जाने कितनी ही सदियों इसकी भव्य सफलताओं और असफलताओं से भरी हुई हैं. ഇതിഹാസ കെ ആരംഭ കെ സാത്ത് ഇതിഹാസത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഭാരതത്തിൽ അന്ധമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. और न जाने അറിയാൻ സാധിക്കില്ല കിതനി ഹി സദ്യാം എത്ര നൂറ്റാണ്ടുകളായി ഇതിൻ്റെ ഭവ്യമായ സഫലതകളും അസഫലതകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. ചാഹേ അച്ഛ വക്ത് ഹോ യാ ബുര സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഭാരതം കബി ഇസ് ഖോജ് സെ ഈ അന്വേഷണത്തോടൊപ്പം തന്നെ അപ്പനി ദൃഷ്ടി നെഹി ഹഡായി അതിൻ്റെ ആ കാഴ്ചപ്പാട് ഒരിക്കലും മാറ്റിയില്ല. ആർ കബി ബി അപ്പനെ ഉൻ ആദർശോം കോ നെഹി ഭൂല തൻ്റെ ആദർശങ്ങളെ ഒരിക്കലും മറന്നില്ല. ജിസ്നെ ഇസ്സെ ശക്തി ദി ആരാണോ ഇതിനെല്ലാം ശക്തി നൽകിയ ആ ഭാരതാംബയ്ക്ക് വേണ്ടി പ്രയത്നിക്കാനുള്ള ആദർശങ്ങളെ ഒരിക്കലും മറക്കാതെ തന്നെ പ്രയത്നിച്ചുകൊണ്ട് നമ്മളിത് ആ സ്വാതന്ത്ര്യം നേടിയെടുത്തിരിക്കുന്നു. ഓക്കെ, read the chapter more times. Okay, धन्यवाद.